നമസ്കാരം. പ്രധാന വാർത്തകൾ. കൈക്കൂലി വാങ്ങുന്നതിനിടെ പെരിന്തൽമണ്ണ നഗരസഭ റവന്യൂ ഇൻസ്പെക്ടർ വിജിലൻസ് പിടിയിൽ. റവന്യൂ ഇൻസ്പെക്ടർ ഉണ്ണികൃഷ്ണനെയാണ് സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശം മാറ്റി നൽകാൻ 2000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ കൈയോടെ പിടികൂടിയത്. +1 സീറ്റ് പ്രതിസന്ധി. മലപ്പുറം ജില്ലയിൽ ഇത്തവണയും ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ആശ്രയിക്കേണ്ടി വരും. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ +1 പ്രവേശനത്തിന് അപേക്ഷിച്ചത് മലപ്പുറം ജില്ലയിൽ. 7 വയസ്സുകാരിയെ ഓട്ടോറിക്ഷയിൽ വെച്ച് ലൈംഗികാതിക്രമത്തിന് ഇരയാക്കിയ കേസ്. ഓട്ടോ ഡ്രൈവർക്ക് 40 വർഷം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ച് പെരിന്തൽമണ്ണ അതിവേഗ കോടതി. കൽപ്പകഞ്ചേരി സ്വദേശി മുഹമ്മദ് മുസ്തഫയ്ക്കാണ് ശിക്ഷ വിധിച്ചത്. വെള്ളത്തിന്റെ ഒഴുക്ക് കുറഞ്ഞില്ല. ഭാരതപ്പുഴയിലെ ഒറ്റപ്പാലം ബീറ്റ്ന തടയണയുടെ ഷട്ടറുകൾ ഉയർത്താനായില്ല. ആശങ്ക വേണ്ടെന്നും ഒഴുക്ക് കുറഞ്ഞാൽ ഉടൻ ഷട്ടറുകൾ തുറക്കുമെന്നും ജല അതോറിറ്റി ഉദ്യോഗസ്ഥർ. ഭാരതപ്പുഴയ്ക്ക് കുറുകെ പുതിയൊരു പാലം കൂടി വരുന്നു. ഓങ്ങല്ലൂർ, കാരക്കാട്, കൊണ്ടയൂർ പ്രദേശങ്ങളെ ബന്ധിപ്പിച്ചാണ് പുതിയ പാലം നിർമ്മിക്കുക. സ്ഥലമേറ്റെടുപ്പ് നടപടികൾക്ക് തുടക്കമായി. പൈപ്പിടാൻ ഇരുവശവും പൊളിച്ചതോടെ ചെർപ്പശ്ശേരി EMS റോഡിൽ യാത്ര ദുരന്തപൂർണ്ണം. മഴ പെയ്താൽ റോഡ് ചെളിക്കുളം. നഗരത്തിലെ അഴുക്കുചാലുകളിലെ വെള്ളമെത്തുന്നതും റോഡിലേക്ക്. വിശദമായ വാർത്തകളിലേക്ക്. കൈക്കൂലി വാങ്ങുന്നതിനിടെ പെരിന്തൽമണ്ണ നഗരസഭയിലെ റവന്യൂ ഇൻസ്പെക്ടറെ വിജിലൻസ് പിടികൂടി. സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശം മാറ്റി നൽകാൻ ഡോക്ടർ ഉസ്മാൻ എന്നയാളിൽ നിന്നും 2000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെയാണ് റവന്യൂ ഇൻസ്പെക്ടർ ഉണ്ണികൃഷ്ണനെ വിജിലൻസ് കൈയോടെ പിടികൂടിയത്. പെരിന്തൽമണ്ണ മുട്ടുങ്ങലിൽ ഉസ്മാൻ എന്നയാളുടെ മകളുടെ സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശം മാറ്റുന്നതിനാണ് നഗരസഭ റവന്യൂ ഇൻസ്പെക്ടർ ഉണ്ണികൃഷ്ണൻ കൈക്കൂലി ആവശ്യപ്പെട്ടത്. സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശം മാറ്റുന്നതിന് ചൊവ്വാഴ്ച ഓൺലൈൻ വഴി അപേക്ഷിച്ചിരുന്നു. ഒറിജിനൽ രേഖകൾ ആവശ്യപ്പെട്ട് റവന്യൂ ഇൻസ്പെക്ടർ മൊബൈൽ ഫോണിലേക്ക് സന്ദേശം അയച്ചു. ഒറിജിനൽ രേഖകൾ കാണണമെന്നും സ്ഥലം നേരിൽ കണ്ടു ബോധ്യപ്പെടണമെന്നും അല്ലാത്തപക്ഷം 2000 രൂപ നൽകണമെന്നും ആവശ്യപ്പെടുകയായിരുന്നു. സ്ഥലം കണ്ടുമടങ്ങുമ്പോൾ പരാതിക്കാരനായ ഉസ്മാന്റെ പക്കൽ നിന്നും വാഹനത്തിൽ വെച്ച് 2000 രൂപ റവന്യൂ ഇൻസ്പെക്ടർ കൈക്കൂലി വാങ്ങി. വാഹനത്തിൽ നിന്നും ഇറങ്ങിയ ഉടനെ മലപ്പുറം വിജിലൻസ് DYSP ഫിറോസ് M ഷെഫീഖിന്റെ നേതൃത്വത്തിൽ പിടികൂടുകയായിരുന്നു. വിജിലൻസ് ഇൻസ്പെക്ടർ I ഗിരീഷ്, ഇൻസ്പെക്ടർമാരായ ശ്രീനിവാസൻ, സജി, മോഹനകൃഷ്ണൻ, മധുസൂദനൻ, ഷിഹാബ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ രാജീവ്, സന്തോഷ്, ശ്യാമ, വിജയകുമാർ, രത്നകുമാരി, അഭിജിത്ത് ദാമോദരൻ, സുധീർ എന്നിവർ അടങ്ങുന്ന സംഘമാണ് റവന്യൂ ഇൻസ്പെക്ടറെ പിടികൂടിയത്. ഗസ്റ്റഡ് ഓഫീസർമാരായ വിമൽ രാജ്, സിറാജ് എന്നിവരുടെ സാന്നിധ്യത്തിലാണ് നഗരസഭ റവന്യൂ ഇൻസ്പെക്ടർ കൈക്കൂലി വാങ്ങിയത് തെളിയിച്ചത്. മലപ്പുറം ജില്ലയിൽ +1 അപേക്ഷിച്ച വിദ്യാർത്ഥികളുടെ എണ്ണത്തിന് ആനുപാതികമായി സീറ്റുകൾ ഇല്ലാത്തത് ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ വലയ്ക്കും. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ +1 പ്രവേശനത്തിന് അപേക്ഷിച്ചത് മലപ്പുറം ജില്ലയിലാണ്. ഏകജാലക പ്രവേശന നടപടികളുടെ ഭാഗമായുള്ള ട്രയൽ അലോട്ട്മെന്റ് ബുധനാഴ്ച വന്നു. 82,000-ലധികം വിദ്യാർത്ഥികളാണ് മലപ്പുറം ജില്ലയിൽ +1 പ്രവേശനത്തിന് അപേക്ഷ നൽകിയിട്ടുള്ളത്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ +1 പ്രവേശനത്തിന് അപേക്ഷിച്ച ജില്ലയിലെ എണ്ണമാണിത്. SSLC പരീക്ഷ വിജയിച്ച 79,637 പേർ, CBSE 2031, ICSE 212, മറ്റ് സിലബസുകൾ 754 എന്നിങ്ങനെയാണ് +1 അപേക്ഷിച്ചവരുടെ കണക്ക്. വിവിധ ജില്ലകളിൽ നിന്നും 7,621 പേരും സ്പോർട്സ് കോട്ടയിൽ 1,693 പേരും +1 അപേക്ഷിച്ചിട്ടുണ്ട്. +1 അപേക്ഷിച്ച വിദ്യാർത്ഥികളുടെ എണ്ണത്തിന് ആനുപാതികമായി ജില്ലയിൽ സീറ്റുകൾ ഇല്ല എന്നത് വലിയ പോരായ്മയാണ്. സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ 52,600 സീറ്റുകളും അൺഎയ്ഡഡ് സ്കൂളുകളിൽ 11,275 സീറ്റുകളുമാണ് ജില്ലയിലുള്ളത്. VHSEക്ക് 2,790, ITIക്ക് 1,224, പോളിടെക്നിക്കിന് 1,360 സീറ്റുകളും ജില്ലയിലുണ്ട്. എല്ലാം കൂടി കൂട്ടിയാൽ 69,149 സീറ്റുകൾ മാത്രം. ഈ കണക്കുകൾ പരിശോധിച്ചാൽ SSLC കഴിഞ്ഞ് ഉപരിപഠനത്തിന് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളെ വലയ്ക്കുമെന്ന് വ്യക്തമാണ്. സർക്കാർ എയ്ഡഡ്, അൺഎയ്ഡഡ് സ്കൂളുകളിൽ +1 സീറ്റ് ലഭിക്കാത്തവർ മറ്റ് സമാന്തര സ്ഥാപനങ്ങളെ ആശ്രയിക്കേണ്ട സ്ഥിതിയാണുള്ളത്. അതേസമയം +1 പ്രവേശനത്തിന്റെ ട്രയൽ അലോട്ട്മെന്റ് ബുധനാഴ്ച പ്രസിദ്ധീകരിച്ചു. ജൂൺ 5 ആദ്യ അലോട്ട്മെന്റും 12 രണ്ടാം അലോട്ട്മെന്റും 19 മൂന്നാം അലോട്ട്മെന്റും പ്രസിദ്ധീകരിക്കും. ജൂൺ 24 ക്ലാസുകൾ ആരംഭിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ.
7 വയസ്സുകാരിയെ ഓട്ടോറിക്ഷയിൽ വെച്ച് ലൈംഗികാതിക്രമത്തിന് ഇരയാക്കിയ ഓട്ടോ ഡ്രൈവർക്ക് 40 വർഷം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയടയ്ക്കാനും ശിക്ഷ വിധിച്ചു. പ്രതി കൽപ്പകഞ്ചേരി കന്മനം സ്വദേശി കൊടുവട്ടത്തുകുണ്ടിൽ മുഹമ്മദ് മുസ്തഫയ്ക്ക് പെരിന്തൽമണ്ണ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. 2021 ജനുവരി 11-നാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായത്. മാലാപ്പറമ്പ് MES മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുൻവശം പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിർത്തിയിട്ട ഓട്ടോറിക്ഷ ഡ്രൈവറായ പ്രതി ബാലികയെ ഓട്ടോയിൽ വെച്ച് പീഡിപ്പിച്ചതിന് പെരിന്തൽമണ്ണ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ശിക്ഷ വിധിച്ചത്. പെരിന്തൽമണ്ണ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജ് S. സൂരജാണ് 40 വർഷം കഠിന തടവിനും 1 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചത്. IPC, പോക്സോ വകുപ്പുകൾ പ്രകാരമാണ് ശിക്ഷ. പിഴ അടയ്ക്കുന്ന പക്ഷം മുഴുവൻ തുകയും അതിജീവിതയ്ക്ക് നൽകാൻ കോടതി ഉത്തരവിട്ടു. കൂടാതെ വിക്ടിം കോമ്പൻസേഷൻ സ്കീം പ്രകാരം മതിയായ നഷ്ടപരിഹാരം അനുവദിക്കുന്നതിന് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയോട് കോടതി നിർദ്ദേശിച്ചു. പെരിന്തൽമണ്ണ പോലീസ് ഇൻസ്പെക്ടർമാരായിരുന്ന സജിൻ ശശി, നാസർ CK, കൽപ്പകഞ്ചേരി ഇൻസ്പെക്ടർ റിയാസ് രാജ, സബ് ഇൻസ്പെക്ടർമാരായ ഹേമലത, SK പ്രിയൻ എന്നിവരാണ് കേസന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചത്. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സപ്ന P. പരമേശ്വരത്ത് ഹാജരായി. പ്രതിയെ തവന്നൂർ സെൻട്രൽ ജയിലിലേക്ക് അയച്ചു. ഇടയ്ക്കിടെ പെയ്യുന്ന ശക്തമായ മഴയും മറ്റ് പുഴകളിൽ നിന്നുള്ള വെള്ളത്തിന്റെ ഒഴുക്കും മൂലം ഭാരതപ്പുഴ ഒറ്റപ്പാലം മീറ്റ്ന തടയണയിലെ ഷട്ടറുകൾ തുറക്കാനായില്ല. കാലവർഷം അടുത്തെത്തിയിരിക്കെ തടയണയിൽ വെള്ളത്തിന്റെ ഒഴുക്ക് കുറയാത്തതാണ് ഷട്ടറുകൾ തുറക്കുന്നതിന് തടസ്സമാകുന്നത്. കഴിഞ്ഞ ദിവസം ജല അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. 2 ദിവസം മുമ്പ് ഷട്ടറുകൾ ഉയർത്താൻ വേണ്ടി ജോലിക്കാരെ വെച്ച് ശ്രമം നടത്തിയിരുന്നു. എന്നാൽ വെള്ളത്തിന്റെ ഒഴുക്ക് ശക്തമായതിനാലും തടയണയ്ക്ക് മുകളിൽ നിന്നുകൊണ്ട് ഷട്ടർ ഉയർത്താൻ പറ്റാത്തതിനാലും ശ്രമം ഉപേക്ഷിക്കുകയായിരുന്നു. ബുധനാഴ്ചയും ഉദ്യോഗസ്ഥരെത്തി വെള്ളത്തിന്റെ അളവിൽ കുറവ് വന്നിട്ടുണ്ടോ എന്നത് പരിശോധിച്ചു. നേരത്തെ തടയണയിലെ ഷട്ടറുകൾ നീക്കാൻ അഗ്നിരക്ഷാസേനയുടെ സഹായത്തോടെയും ജല അതോറിറ്റി ശ്രമം നടത്തിയിരുന്നെങ്കിലും വിജയിച്ചിരുന്നില്ല. ചീരക്കുഴി ഡാമിന്റെ ഷട്ടറുകൾ അടച്ച് ഭാരതപ്പുഴയിലേക്കുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് ക്രമീകരിച്ച് തുറക്കാനുള്ള ശ്രമവും പാഴായിരുന്നു. തടയണയ്ക്ക് മുകളിൽ 1 അടിയിലേറെ മുകളിലാണ് ഇപ്പോഴും ജലനിരപ്പ്. ദിവസങ്ങളായി തുടരുന്ന ശക്തമായ മഴയിൽ ഗായത്രിപ്പുഴയിൽ നിന്നും തോടുകളിൽ നിന്നുമടക്കം വെള്ളത്തിന്റെ ശക്തമായ ഒഴുക്കാണ്. ഉരുക്കിൽ നിർമ്മിച്ച തടയണയിലെ 26 ഷട്ടറുകൾ വേനൽ മുൻനിർത്തി കഴിഞ്ഞ ഡിസംബർ മാസത്തോടെയാണ് പൂർണ്ണമായും അടച്ചിരുന്നത്. കുടിവെള്ളത്തിനു വേണ്ടി ജലസംഭരണം കാര്യക്ഷമമാക്കുന്നതിനു വേണ്ടിയായിരുന്നു നടപടി. കാലവർഷം ശക്തിപ്പെടുന്നതിന് മുന്നോടിയായി സാധാരണ ഷട്ടറുകൾ ഉയർത്തുകയാണ് പതിവുണ്ടായിരുന്നത്. മഴക്കാലത്ത് കൃഷിയിടങ്ങളിലേക്കടക്കം വെള്ളം കയറാനുള്ള സാധ്യത കണക്കിലെടുത്താണിത്. എന്നാൽ ചുരുങ്ങിയ ദിവസങ്ങൾക്കിടെ അപ്രതീക്ഷിതമായി കൂടുതൽ വേനൽ മഴ ലഭിച്ചതോടെ തടയണ നിറഞ്ഞു കവിയുകയായിരുന്നു. ഒറ്റപ്പാലം നഗരസഭയുടെയും അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തിന്റെയും സമഗ്ര ശുദ്ധജല പദ്ധതികൾ പ്രവർത്തിക്കുന്നത് മീറ്റിന തടയണ കേന്ദ്രീകരിച്ചാണ്. അതേസമയം ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ഒഴുക്ക് കുറയുന്നതിന് പിന്നാലെ ഷട്ടറുകൾ തുറക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ജല അതോറിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ T. നാസർ അറിയിച്ചു. ചെർപ്പളശ്ശേരി EMS റോഡിലൂടെയുള്ള യാത്ര ദുരന്തപൂർണ്ണം. ജല അതോറിറ്റിയുടെ പൈപ്പിടാൻ റോഡിന് ഇരുവശവും കുഴിയെടുത്തത് അപകട ഭീഷണിയാവുകയാണ്. മഴ പെയ്താൽ റോഡ് ചെളിക്കുളമാവും. ചെർപ്പുളശ്ശേരി നഗരത്തിന്റെ ഹൃദയഭാഗത്തു നിന്നും നിരവധി പ്രദേശങ്ങളിലേക്ക് എത്തിപ്പെടാനുള്ള പ്രധാന പാതയാണ് EMS റോഡ്. ദിനേന വലിയ വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങളും നിരവധി യാത്രക്കാരും ആശ്രയിക്കുന്ന റോഡിന്റെ ശോചനീയാവസ്ഥയാണ് യാത്രക്കാരെ ദുരിതത്തിലാക്കുന്നത്. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിനായി റോഡിന് ഇരുവശവും കുഴിയെടുത്ത് മണ്ണിട്ട് മൂടിയ സ്ഥിതിയിലാണ്. മഴ പെയ്തതോടെ മണ്ണ് മുഴുവൻ കുത്തിയൊലിച്ച് റോഡിലേക്ക് ഇറങ്ങിയതോടെ റോഡിന് ഇരുവശവും വലിയ ചെളിക്കുഴികളായി മാറി. വെള്ളം ഒലിച്ചു പോകാനുള്ള അഴുക്കുചാലുകളാവട്ടെ മണ്ണടിഞ്ഞു മൂടിയ സ്ഥിതിയിലാണ്. ഇതോടെ മഴ പെയ്താൽ ചെളിയും വെള്ളവും റോഡിൽ നിറയും. ആ റോഡ് ഈ പൈപ്പ് ലൈന് കയറിയിട്ടേ ഫുള്ള് മണ്ണിട്ട് തീർച്ചയായിട്ടില്ല, മെറ്റലൊന്നും ഇട്ടിട്ടില്ല. അതിനൊക്കെ സ്കൂളിൻ്റെ താഴൊക്കെ നല്ല കുണ്ടും കുഴിയും. ബസ്സുകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. മലബാർ പോലെ ബസ് വരുമ്പോൾ ഈ മോട്ടോർ സൈക്കിളൊന്നും പോകാനുള്ള സ്ഥലമല്ല. ഞങ്ങൾ 2-3 വട്ടം അവിടെ വീഴാനൊക്കെ പോയി. ഇത് മഴ പെയ്യ കാരണം കൂടുതൽ കുണ്ടും കുഴിയായി. ആദ്യമൊന്നും ലെവലാക്കി ഇട്ടായിരുന്നു. മഴ പെയ്തപ്പോൾ കുത്തിയൊലിച്ച് പോവാണ്. പിന്നെ ഈ റോഡിനൊന്നും വെള്ളച്ചാലുകളില്ല. ഫുള്ള് ചാലുകളൊക്കെ തൂർന്നുകൊണ്ടാണ്. അത് മുനിസിപ്പാലിറ്റി ഒന്ന് ചാല് ക്ലിയറാക്കാൻ തൊഴിലുറപ്പ് വരുമ്പോൾ ചെയ്യും. പക്ഷേ കുണ്ടില്ല, മഴവെള്ളം ഫുള്ള് റോഡ് കൂടെ വരുന്നത്. യാത്രക്കാർ ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. ഈ വണ്ടികൾക്ക് സൈഡ് കൊടുക്കാൻ സ്ഥലമില്ല. ഈ മലബാർ പോലത്തെ 2-4 ബസ്സുണ്ട്. അത് വരുമ്പോൾ ബാക്കിയുള്ള ഓട്ടോറിക്ഷക്കാർക്കും ചെറിയ വണ്ടിക്കാർക്കും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതേപോലെ മലബാർ പോലത്തെ കുട്ടികൾ വരുമ്പോൾ അവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതേ സൈഡ് കൊടുക്കാനുള്ള സ്ഥലം ആ താഴത്തെ ഇറക്കത്തിലില്ല.
റോഡിന്റെ പല സ്ഥലങ്ങളിലും ഓട്ടോറിക്ഷയ്ക്ക് പോലും കടന്നുപോകാൻ മതിയായ വീതിയില്ല. പലയിടങ്ങളിലും വലിയ കുഴികളും രൂപപ്പെട്ടിട്ടുണ്ട്. ഈ പ്രദേശത്തുള്ളവർക്ക് ടൗണിലേക്ക് എത്തിപ്പെടാനുള്ള ശാലിംകുന്ന് റോഡും ശോചനീയാവസ്ഥയിൽ ആയതിനാൽ യാത്രക്കാരെല്ലാം ആശ്രയിക്കുന്നത് EMS റോഡിനെയാണ്. നഗര നവീകരണത്തിന്റെ ഭാഗമായി പുതുതായി നിർമ്മിച്ച ഡ്രെയിനേജുകൾ വന്നു ചേരുന്നത് EMS റോഡിലേക്കാണ്. ടൗണിന്റെ ഇരുവശങ്ങളിൽ നിന്നും ഡ്രെയിനേജിലൂടെ ഒഴുകിയെത്തുന്ന വെള്ളം ഉൾക്കൊള്ളാനുള്ള ശേഷി EMS റോഡിലെ ഡ്രെയിനേജുകൾക്ക് ഇല്ലാത്തതിനാൽ വെള്ളം റോഡിലേക്ക് ഒഴുകുന്ന സ്ഥിതിയാണ്. സ്കൂൾ ബസ്സുകളും ലോറികളും ഉൾപ്പെടെ ദിനേന നിരവധി വലിയ വാഹനങ്ങളാണ് ഇതിലൂടെ കടന്നു പോകുന്നത്. എത്രയും പെട്ടെന്ന് ഈ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിച്ച് ഗതാഗത യോഗ്യമാക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. സാഹസികതയുടെയും രക്ഷാപ്രവർത്തനങ്ങളുടെയും ആൾരൂപമായിരുന്ന മണ്ണാർക്കാട് ഷമീർ കരിമ്പ അന്തരിച്ചു. 42 വയസ്സായിരുന്നു. പുലാപ്പറ്റ അമ്പലത്തിന് സമീപം അപകടകരമായ ആൽമരം മുറിക്കുന്നതിനിടെ ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെടുകയായിരുന്നു. തുടർന്ന് സ്വയം വാഹനമോടിച്ച് കല്ലടിക്കോട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെത്തി. വിദഗ്ധ ചികിത്സയ്ക്കായി ഉലവക്കോട്ടേക്ക് കൊണ്ടുപോകുന്നതിനിടെയായിരുന്നു അന്ത്യം. ദുരന്തങ്ങളിൽ രക്ഷാപ്രവർത്തനങ്ങളുടെ മുൻനിരയിൽ സജീവമാകുന്ന ഷമീർ നാട്ടുകാർക്ക് ഒരു വിളിപ്പാടകലെയുള്ള രക്ഷാകരങ്ങളായിരുന്നു. മലമ്പുഴ കൂർമ്പാച്ചിമലയിൽ ബാബു കുടുങ്ങിയപ്പോൾ സേനയോടൊപ്പം സഹായിയായി പോയത് ഷമീറാണ്. ഉയരങ്ങളിലും ആഴങ്ങളിലും ഒരുപോലെ അകപ്പെട്ട നിരവധി പേരാണ് ഷമീറിന്റെ കൈപിടിച്ച് ജീവിതത്തിലേക്ക് നടന്നു കയറിയത്. കേരളത്തിൽ കവളപ്പാറയിലും പുതുമലയിലും ഉരുൾപൊട്ടിയപ്പോൾ ആരും ആവശ്യപ്പെടാതെ തന്നെ ഷമീർ അവിടങ്ങളിൽ എത്തി രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കാളിയായി. ഉത്തരാഖണ്ഡിലെ ഗുഹയിൽ 40 പേർ കുടുങ്ങിയപ്പോഴും ഷമീർ അവിടെയും എത്തി. പ്രളയത്തിൽ നാടാകെ ഓടി നടന്നുള്ള രക്ഷാപ്രവർത്തനമാണ് ഷമീർ നടത്തിയിരുന്നത്. സാഹസികത നിറഞ്ഞ ജോലിയാണ് ഷമീറിന്റെ ഉപജീവന മാർഗം. മുറിക്കാൻ പ്രയാസമുള്ള ഏതു മരവും ഒരു അപകടവും വരാതെ മുറിക്കാനുള്ള വിദ്യ ഷമീറിനുണ്ട്. ഉയരമുള്ള മരത്തിൽ കയറാനും ആഴക്കിണറുകളിലും കൊക്കയിലും ഇറങ്ങാനും സ്വയം നിർമ്മിച്ച യന്ത്രങ്ങളും ഷമീറിനെ വേറിട്ടതാക്കി. ഷമീർ സഞ്ചരിക്കുന്ന ജീപ്പിൽ വെട്ടുകത്തി മുതൽ ക്രെയിൻ വരെ സജ്ജമായിരുന്നു. തന്റെ ജോലിക്കാവശ്യമായ വിധത്തിൽ ജീപ്പിന് രൂപമാറ്റം വരുത്തിയിരുന്നു. കിണറിൽപ്പെട്ട മനുഷ്യരെയും മൃഗങ്ങളെയും അനായാസമായി പുറത്തെടുക്കാൻ ഷമീറിന് കഴിഞ്ഞിരുന്നു. ഉയരം കൂടിയ മരത്തിനു മുകളിൽ കയറാനുള്ള യന്ത്രം സ്വയം നിർമ്മിച്ച് ഷമീർ നാടിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റി. ഏത് ആപത്ഘട്ടത്തിലും ഒരു വിളിപ്പാടകലെയുണ്ടായിരുന്ന രക്ഷാകരമാണ് അറ്റുപോയത്. ഭാര്യ സുഹദ, മുഹമ്മദ് ഷിഫാസ്, ഷിഫാന, ഷംനാസ്, ഷാനിഫ എന്നിവർ മക്കളാണ്. ചൊവ്വാഴ്ച രാവിലെ കരിമ്പ ജുമാ മസ്ജിദിൽ ഖബറടക്കും. ഇടവേള. വാർത്തകൾ തുടരുന്നു. പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുന്നോടിയായി സ്കൂൾ വാഹനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ മോട്ടോർ വാഹന വകുപ്പ് പെരിന്തൽമണ്ണ താലൂക്കിലെ സ്കൂൾ വാഹനങ്ങൾ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിൽ പരിശോധിച്ചു. ഫിറ്റ്നസ് തെളിയിക്കാൻ സാധിക്കാത്ത 30ഓളം വാഹനങ്ങൾ തിരിച്ചയച്ചു. സ്കൂൾ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്ന വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ മോട്ടോർ വാഹന വകുപ്പ് സ്വീകരിച്ച നടപടികളുടെ ഭാഗമായാണ് സ്കൂൾ വാഹനങ്ങൾ പരിശോധിക്കുന്നത്. പെരിന്തൽമണ്ണ താലൂക്കിലെ 200ഓളം വാഹനങ്ങൾ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിൽ പരിശോധിച്ചു. മാനത്തുമംഗലം പൊന്നിയകുറിശി ബൈപ്പാസ് റോഡിലാണ് സ്കൂൾ വാഹനങ്ങളുടെ പരിശോധന നടന്നത്. വാഹനങ്ങളുടെ ഫിറ്റ്നസ് തെളിയിക്കുന്നതിനുള്ള രേഖകൾ ഹാജരാക്കാൻ മോട്ടോർ വാഹന വകുപ്പ് നിർദ്ദേശിച്ചിരുന്നു. പെരിന്തൽമണ്ണ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ റെജി PJ, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ M. മയിൽരാജ്, K. വിജേഷ്, P. പ്രജീഷ്, N. പ്രേംകുമാർ എന്നിവർ അടങ്ങുന്ന സംഘമാണ് വാഹനങ്ങൾ പരിശോധിച്ചത്. 2024-25 അധ്യയന വർഷത്തിലേക്കായി സ്കൂളുകൾ തുറക്കുന്നതിന് മുന്നോടിയായി സ്കൂൾ വാഹനങ്ങളുടെ സുരക്ഷ പരിശോധനയാണ് ഇവിടെ നടക്കുന്നത്. പെരിന്തൽമണ്ണ താലൂക്കിലുള്ള മുഴുവൻ സ്കൂളുകളുടെയും വാഹനങ്ങൾ നമ്മൾ പരിശോധിച്ച് അവരുടെ പരിശോധന വിജയിക്കുന്ന വാഹനങ്ങൾക്ക് സ്റ്റിക്കറുകൾ നമ്മൾ നൽകുകയാണ്. വരും ദിവസങ്ങളിലെ പരിശോധന സ്കൂളുകൾ തുറന്നാൽ ഈ പരിശോധനയിൽ ഈ സ്റ്റിക്കർ നേടിയിട്ടുള്ള വാഹനങ്ങളുണ്ടോ, സ്റ്റിക്കർ നേടിയിട്ടുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പുവരുത്താനുള്ള പരിശോധനകളും ഉണ്ടായിരിക്കുന്നതാണ്. അതിനോടൊപ്പം തന്നെ മുഴുവൻ ഡ്രൈവർമാർക്കും താലൂക്കിലെ മുഴുവൻ സ്കൂൾ വാഹനം ഓടിക്കുന്ന മുഴുവൻ ഡ്രൈവർമാർക്ക് നമ്മൾ സുരക്ഷാ പരിശീലനം നടത്തിയിട്ടുണ്ട്. അതിൻ്റെ സർട്ടിഫിക്കറ്റുകളും കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഇന്നത്തെ പരിശോധനയിൽ പങ്കെടുക്കാൻ കഴിയാത്ത വാഹനങ്ങൾക്ക് ഇനി വരും ദിവസങ്ങളിലും പരിശോധന ഉണ്ടായിരിക്കുന്നതാണ്. വാഹനങ്ങളുടെ പ്രവർത്തനക്ഷമത, വേഗപ്പൂട്ട്, GPS, ഫസ്റ്റ് എയ്ഡ് കിറ്റ് തുടങ്ങിയ സാങ്കേതിക കാര്യങ്ങളാണ് പരിശോധിച്ചത്. ഫിറ്റ്നസ് തെളിയിച്ച വാഹനങ്ങളിൽ ചെക്ക്ഡ് സ്റ്റിക്കർ പതിപ്പിച്ചു. ഫിറ്റ്നസ് തെളിയിക്കാൻ സാധിക്കാത്ത 30 വാഹനങ്ങൾ തിരിച്ചയച്ചു. പരിശോധനയ്ക്ക് വാഹനങ്ങൾ എത്തിക്കാൻ സാധിക്കാത്തവർ സ്കൂൾ തുറക്കുന്നതിന് മുമ്പായി നിർബന്ധമായും ഫിറ്റ്നസ് തെളിയിക്കണമെന്ന് ജോയിന്റ് RTO M. രമേശ് നിർദ്ദേശിച്ചു. പരിശോധനയ്ക്ക് എത്തിച്ച വാഹനങ്ങൾ വിദ്യാവാഹൻ ആപ്പിൽ രജിസ്റ്റർ ചെയ്തെന്ന് ഉറപ്പുവരുത്തി.
താലൂക്കിലെ സ്കൂൾ ബസ് ഡ്രൈവർമാർക്കായി മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം റോഡ് സുരക്ഷാ പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചിരുന്നു. സുരക്ഷാ പരിശീലന ക്ലാസ്സിൽ പങ്കെടുത്തതിന് ലഭിച്ച സർട്ടിഫിക്കറ്റുമായി ഹാജരാവാനാണ് ഡ്രൈവർമാരോട് നിർദ്ദേശിച്ചിരുന്നത്. ആദ്യത്തെ സുരക്ഷാ ക്ലാസ്സിൽ പങ്കെടുക്കാത്തവർക്കായി അടുത്ത വെള്ളിയാഴ്ച സുരക്ഷാ പരിശീലന ക്ലാസ് നടത്തും. ഭാരതപ്പുഴയ്ക്ക് കുറുകെ പുതിയൊരു പാലം കൂടി വരുന്നു. പാലക്കാട്, തൃശൂർ ജില്ലകളെ ബന്ധിപ്പിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന ഓങ്ങല്ലൂർ കാരക്കാട് കൊണ്ടയൂർ പാലത്തിന്റെ സ്ഥലമേറ്റെടുപ്പ് നടപടികളാണ് പുരോഗമിക്കുന്നത്. 50 കോടി രൂപയാണ് പാലം നിർമ്മാണത്തിനായി വകയിരുത്തിയിട്ടുള്ളത്. പാലക്കാട് ജില്ലയിലെ ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ കാരക്കാടിനെയും തൃശൂർ ജില്ലയിലെ ദേശമംഗലം പഞ്ചായത്തിലെ കൊണ്ടയൂരിനെയും ബന്ധിപ്പിച്ചാണ് തൂതപ്പുഴയ്ക്ക് കുറുകെ പുതിയ പാലം നിർമ്മിക്കുന്നത്. 2017-2018 സാമ്പത്തിക വർഷത്തെ ബജറ്റിലാണ് കൊണ്ടയൂർ പാലത്തിന് 50 കോടി രൂപ വകയിരുത്തിയത്. പാലത്തിന് മാത്രം 16.95 കോടി രൂപയുടെ കിഫ്ബി അംഗീകാരം ലഭിച്ചു. സ്ഥലമേറ്റെടുപ്പിന് 1,32 ലക്ഷം രൂപയാണ് ചെലവിടുന്നത്. അപ്രോച്ച് റോഡ് നിർമ്മാണം, സർവേ എന്നിവയ്ക്കും 50 കോടിയിൽ നിന്നും തുക വകമാറ്റും. ഓങ്ങല്ലൂർ വില്ലേജിൽ നിന്ന് 150 സെന്റും കൊണ്ടയൂർ വില്ലേജിൽ നിന്ന് 60 സെന്റുമാണ് പദ്ധതിക്കായി ഏറ്റെടുക്കുന്നത്. 337 മീറ്റർ നീളത്തിലും 11 മീറ്റർ വീതിയിലും പാലം നിർമ്മിക്കാനാണ് പദ്ധതി. പാലം യാഥാർത്ഥ്യമായാൽ പട്ടാമ്പി മേഖലയിൽ നിന്നും തൃശൂർ മെഡിക്കൽ കോളേജിലേക്കും ദേശമംഗലം, വരവൂർ പ്രദേശങ്ങളിലേക്കുമുള്ള യാത്ര എളുപ്പമാകും. ഇതൊക്കെ ഉപകാരം എന്ന് പറഞ്ഞാൽ മനുഷ്യന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ ഒരു വഴിയില്ല. അതുകൊണ്ട് വഴിയായി പാലം വന്നാൽ ഈ നാടനെ നന്നായി പുരോഗമിച്ചു. ഒരുപാട് പുരോഗമനം എന്ന് പറഞ്ഞാൽ ഇതിൽ വലിയ വിഭവമാണ് ഈ നാട്ടിൽ. പാലം വരുന്നതോടെ കാരക്കാട് പ്രദേശത്തിന്റെ വികസനത്തിനും വഴി തെളിയും. നിലവിലിവിടെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടെങ്കിലും ബസ് സർവീസ് ഇല്ല. അതുകൊണ്ട് തന്നെ പാലം വരുന്നത് പ്രതീക്ഷയോടെയാണ് പ്രദേശവാസികൾ നോക്കിക്കാണുന്നത്. കൃഷിക്കാർക്കും ഇതിനൊക്കെ ഒരു വഴിയും കാര്യങ്ങളൊക്കെ നല്ല ഇതായിട്ട് കിട്ടും. പിന്നെ ജനങ്ങൾക്ക് ഏറ്റവും സഞ്ചാരയോഗ്യമായിട്ടുള്ളൊരു ഉപകാരപ്രദമായിട്ടുള്ള കാര്യമാണ് ചെയ്യുന്നത്. എല്ലാവർക്കും നല്ലതായിട്ട് വരും. കാരണം ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട്, ഒരു പുരോഗമനം ഈ ഭാഗങ്ങളിലില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു പാലം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് എല്ലാം കൊണ്ടും പുരോഗമനം തന്നെയാണ്. കേരള റോഡ് ഫണ്ട് ബോർഡ് വഴി തൃശൂർ ജില്ലയിലെ പ്രൊജക്റ്റായിട്ടാണ് പദ്ധതി നടപ്പാക്കുക. നിർദ്ദിഷ്ട കുറ്റിപ്പുറം ഷൊർണൂർ തീരദേശപാത കൂടി ഇതിനോട് ചേർന്നു വരുന്നതിനാൽ യാത്രാ സൗകര്യങ്ങളുടെ കാര്യത്തിൽ വലിയ കുതിച്ചുചാട്ടമാകും ഈ മേഖലയിൽ ഉണ്ടാകാൻ പോകുന്നത്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഒറ്റപ്പാലം നഗരസഭാ ബസ് സ്റ്റാൻഡിലെ ഓട്ടോറിക്ഷ സ്റ്റാൻഡിന് സമീപം മഴവെള്ളച്ചാലിന് മുകളിലെ കോൺക്രീറ്റ് സ്ലാബ് പൊട്ടിച്ചിട്ടത് അപകടക്കെടിയാകുന്നു. പ്രധാന പാതയിൽ നിന്ന് മഴവെള്ളം ഒഴുകിപ്പോകുന്ന ചാലിന് മുകളിലിട്ട് മൂടിയ സ്ലാബാണ് ഒരു ഭാഗം പൊട്ടിച്ചിട്ടുള്ളത്. ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഇരിക്കാൻ ഉപയോഗിക്കുന്ന വിശ്രമ കേന്ദ്രത്തിന് സമീപമാണ് സംഭവം. ഇതുവഴി നടന്നു പോകുന്നവർക്കും നൂറുകണക്കിന് വരുന്ന ഓട്ടോ തൊഴിലാളികൾക്കും ദുരിതമായി മാറിയിരിക്കുകയാണ് കുഴി. ശ്രദ്ധിക്കാതെ പോകുന്നവരുടെ കാൽ കുഴിയിൽപ്പെട്ട് അപകടം ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. സദാസമയവും ആളുകൾ ഉപയോഗിക്കുന്ന ഭാഗത്താണ് കോൺക്രീറ്റ് സ്ലാബ് പൊട്ടിച്ചിട്ടുള്ളത്. ഈ ഭാഗത്തെ വീടുകളിലേക്ക് പോകുന്നതിനും RS റോഡിലേക്ക് പോകുന്നതിനും യാത്രക്കാർ ഉപയോഗിക്കുന്ന വഴി കൂടിയാണിത്. മഴവെള്ളം ശരിയാം വിധം ഒഴുകിപ്പോകുന്നതിന് വേണ്ടിയാണ് നഗരസഭയിലെ ജീവനക്കാർ സ്ലാബ് പൊട്ടിച്ചതെന്ന് തൊഴിലാളികൾ പറയുന്നു. അപകടമുണ്ടാകാതിരിക്കാൻ സ്ലാബിന് മുകളിൽ നെറ്റ് പോലുള്ള എന്തെങ്കിലും സ്ഥാപിക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. ഡിവൈഎഫ്ഐ പട്ടാമ്പി ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന കരിയർ ഗൈഡൻസ് ക്ലാസ് മെയ് 31-ന് മേലെ പട്ടാമ്പി രാജപ്രസ്ഥം ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ക്ലാസ് സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. SSLC, +2 പഠനം പൂർത്തിയായ വിദ്യാർത്ഥികൾക്ക് ഉപരിപഠന സാധ്യതകളും കോഴ്സുകളെ സംബന്ധിച്ചുള്ള ദിശാബോധവും നൽകുന്നതിനായാണ് ഡിവൈഎഫ്ഐ പട്ടാമ്പി ബ്ലോക്ക് കമ്മിറ്റി കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചിട്ടുള്ളത്. മെയ് 31-ന് രാവിലെ 9 മണിക്ക് മേലെ പട്ടാമ്പി രാജപ്രസ്ഥം ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ക്ലാസ് ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗവും കേരള യൂത്ത് കമ്മീഷൻ ചെയർമാനുമായ M. ഷാജർ ഉദ്ഘാടനം ചെയ്യും. CG and AC ഫാക്കൽറ്റി T. ഹാഷിംഗ് ക്ലാസ് നയിക്കുമെന്ന് ഡിവൈഎഫ്ഐ പട്ടാമ്പി ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി നീരജ്, വൈസ് പ്രസിഡന്റ് അനൂജ എന്നിവർ അറിയിച്ചു. അധ്യയന വർഷം തുടങ്ങുന്നതിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട ഒരു ക്യാമ്പയിൻ ആഹ്വാനം ചെയ്തിരുന്നു. കരിയർ മാപ്പ് എന്നാണ് ആ ക്യാമ്പയിൻ്റെ പേര്. ഡിവൈഎഫ്ഐയുടെ എല്ലാ ബ്ലോക്ക് കമ്മിറ്റികളും നേതൃത്വം കൊടുത്ത് പുതിയ അധ്യയന വർഷം തുടങ്ങുന്നതിന് മുമ്പ് പുതിയ കോഴ്സുകൾ, അതിൻ്റെ സാധ്യതകൾ, അതിൻ്റെ ഏറ്റവും മികച്ച സ്ഥാപനങ്ങൾ അടക്കം പരിചയപ്പെടുത്തുന്ന നിലയ്ക്ക് എല്ലാ ബ്ലോക്ക് കേന്ദ്രങ്ങളിലും കരിയർ മാപ്പ്, ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ കരിയർ നാവിഗേറ്റർമാരെ തന്നെ പങ്കെടുപ്പിച്ച് സംഘടിപ്പിക്കണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. പട്ടാമ്പിയിൽ ഈ വരുന്ന വെള്ളിയാഴ്ച മെയ് 31-ന് രാവിലെ 9 മണിക്ക് രാജപ്രസ്ഥം ഓഡിറ്റോറിയത്തിൽ വെച്ച് കരിയർ മാപ്പ് ഡിവൈഎഫ്ഐ പട്ടാമ്പി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുകയാണ്. അതിൽ നമ്മുടെ യൂത്ത് കമ്മീഷൻ്റെ ചെയർമാനും അതുപോലെ തന്നെ ഡിവൈഎഫ്ഐയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള ഷാജർ, M. ഷാജറാണ് അതിനകത്ത് പങ്കെടുക്കുന്നത്, ഉദ്ഘാടനം ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഹാഷിം T എന്ന് പറയുന്ന നമ്മുടെ
ഓങ്ങല്ലൂർ സ്വദേശി കൂടിയായ ഹയർ സെക്കൻഡറി അധ്യാപകനായിട്ടുള്ള സംസ്ഥാന തലത്തിൽ തന്നെ സർക്കാരിൻ്റെ ഈ കരിയർ ഗൈഡൻസുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ സമിതിയുടെ സ്റ്റേറ്റ് ഫാക്കൽറ്റി അംഗമായിട്ടുള്ള ഹാഷിം മാഷാണ് അതിൽ ക്ലാസ് നയിക്കുന്നത്. 4 വർഷ ബിരുദം വിദ്യാർത്ഥികൾക്കായി പട്ടാമ്പിയിൽ ഓറിയന്റേഷൻ പ്രോഗ്രാം സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി ക്ലാസ് ഉദ്ഘാടനം ചെയ്തു. 4 വർഷ ഡിഗ്രി പ്രോഗ്രാമിനെ കുറിച്ച് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും പരിചയപ്പെടുത്തുന്നതിനായാണ് ഓറിയന്റേഷൻ ക്ലാസ് നടത്തിയത്. പട്ടാമ്പി നഗരസഭയുടെ സഹകരണത്തോടെ ഗവൺമെൻറ് സംസ്കൃത കോളേജ് PTA, IQAC, 4 വർഷ ഡിഗ്രി അക്കാദമിക് കമ്മിറ്റി എന്നിവയുടെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. ബോധവൽക്കരണ ക്ലാസ് കൂടിയാണ്. അപ്പോൾ തീർച്ചയായും അത് നമുക്ക് നമ്മളെ അതിൻ്റെ ക്ലാസ് എടുക്കുന്നത് ഈ പദ്ധതി നടപ്പാക്കാൻ അതിൻ്റെ ഏതൊക്കെ പരിഷ്കരണങ്ങൾ കൊണ്ടുവന്നത് ആരാണോ അവർ തന്നെയാണ് എടുക്കുന്നത്. യോഷിമാഷാറിനെ നിലയിൽ പ്രവർത്തിച്ചിരുന്ന ആൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ലഭിച്ചതിൽ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. തീർച്ചയായും പട്ടാമ്പി കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഈ വരുന്ന അധ്യയന കാലഘട്ടം വളരെയധികം എന്താ പറയുക പ്രതിസന്ധികളെല്ലാം നേരിട്ട് പോകേണ്ടതുകൊണ്ട് തന്നെ കോളേജിനെ മുൻകൈ എടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള ക്ലാസ് സംഘടിപ്പിച്ചത് വളരെയധികം സന്തോഷമുണ്ട്. PTA അതിനെ അഭിനന്ദിക്കുകയാണ്. +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾ, അവരുടെ രക്ഷിതാക്കൾ, അധ്യാപകർ, NCC കേഡറ്റുകൾ, മറ്റ് വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു. പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ ലക്ഷ്മി അധ്യക്ഷയായി. PTA വൈസ് പ്രസിഡന്റ് VT ശോഭന, IQAC കോർഡിനേറ്റർ ഡോക്ടർ V അബ്ദുൾ റഷീദ്, അക്കാദമിക് കോർഡിനേറ്റർ P താഹിറ എന്നിവർ സംസാരിച്ചു. കോഴിക്കോട് സർവകലാശാല മുൻ രജിസ്ട്രാർ ഡോക്ടർ CL ജോഷി ക്ലാസ്സിന് നേതൃത്വം നൽകി. രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥികളുടെയും സംശയങ്ങൾ ദൂരീകരിക്കുകയും ചെയ്തു. പാലിയേറ്റീവ് പ്രവർത്തനങ്ങളിൽ എന്നും വലിയ വെല്ലുവിളികൾ നേരിടുന്ന വിഭാഗമാണ് വനിതാ വളണ്ടിയർമാരുടെ അഭാവം. എന്നാൽ എടത്തനാട്ടുകര പാലിയേറ്റീവ് കെയർ ക്ലിനിക്ക് വനിതാ വളണ്ടിയർമാരെ കൊണ്ട് എന്നും സമ്പന്നമാണ്. പാലിയേറ്റീവ് കെയർ പ്രവർത്തനങ്ങളിൽ വനിതകളുടെ സേവനം കൊണ്ട് സമ്പന്നമാണ് എടത്തനാട്ടുകര പാലിയേറ്റീവ് കെയർ ക്ലിനിക്ക്. വളണ്ടിയർ ഹോം കെയർ, വനിതാ രോഗികളെ കുളിപ്പിക്കൽ, വീട് വൃത്തിയാക്കൽ തുടങ്ങിയ സേവനങ്ങൾ ഇവർ ചെയ്തു വരുന്നുണ്ട്. കൂടാതെ എല്ലാ ബുധനാഴ്ചയും വീടുകളിലെത്തി രോഗികൾക്ക് മുറിവ് ഡ്രസ്സ് ചെയ്യുന്നതിനും രോഗി പരിചരണത്തിനും ആവശ്യമായ ഗോസ്പാഡ് റോൾ ഉൾപ്പെടെയുള്ള എല്ലാ മെറ്റീരിയൽസും വളണ്ടിയർമാർ തയ്യാറാക്കുന്നു. ഇത് കഴിഞ്ഞ 3 വർഷമായി വളരെ കൃത്യമായി നടക്കുന്നുവെന്നതും അഭിനന്ദനാർഹമാണ്. പ്രത്യേക ബോധവൽക്കരണ ക്ലാസുകൾ, രോഗി പരിചരണ പരിശീലന പരിപാടികൾ, പ്രത്യേക വിഭവ സമാഹരണ ക്യാമ്പയിനുകൾ തുടങ്ങിയ പ്രവർത്തനങ്ങൾക്കും വനിതാ വിങ് നേതൃത്വം നൽകുന്നു. രോഗികൾക്കും ക്ലിനിക്കിനും വലിയൊരു സഹായമാണ് ഇവരുടെ സേവനങ്ങളെന്ന് പാലിയേറ്റീവ് ജനറൽ സെക്രട്ടറി റഹീസ് എടത്തനാട്ടുകര പറഞ്ഞു. നമ്മുടെ വീട്ടമ്മമാർ പല വീടുകളിൽ പല തിരക്കുകളിലുള്ളതാണ്. അവർ സമയം കണ്ടെത്തി പാലിയേറ്റീവിൻ്റെ പ്രവർത്തനങ്ങൾ കൂടി ഞങ്ങൾക്കും ഈ സ്വാന്തന പരിചരണ മേഖലയിൽ ഇടപെടാനുണ്ട് എന്നുള്ള ഉത്തമ ബോധ്യത്തോടെയുള്ള ഇത്തരം ഇടപെടലുകൾ വളരെ സ്വാഗതാർഹമാണ്. വനിതാ വിംഗ് പ്രസിഡന്റ് ഫാത്തിമ പൂദാനി, ജനറൽ സെക്രട്ടറി സൈനബ TP, വനിതാ വിംഗ് വളണ്ടിയർമാരായ TP നസീമ, സക്കീന ടീച്ചർ, PA ജാസ്മിയ, ഷാദിയ CP, P ആയിഷ, N ജമീല, ജിഷ പ്രസാദ്, സഫിയ VP, M ജാസ്മിൻ, നസീമ ഇന്ദാലി, പാലിയേറ്റീവ് കെയർ നഴ്സ് M റിസ്വാന ബാനു എന്നിവരാണ് സേവനങ്ങൾക്ക് പിന്നിലുള്ളവർ. പട്ടാമ്പിയിൽ നടന്ന പ്രതിഭകളുടെ ചിത്ര പ്രദർശനം ശ്രദ്ധേയമായി. ചിത്രമഴ എന്ന പേരിൽ ക്രിയേറ്റീവ് ആർട്ട് മൂവ്മെൻറ്റിൻ്റെ നേതൃത്വത്തിലായിരുന്നു ചിത്ര പ്രദർശനം ഒരുക്കിയത്. ചിത്രം വരയിൽ സംസ്ഥാന തലത്തിലും മറ്റ് നിരവധി സമ്മാനങ്ങൾ നേടിയ 15 ചിത്രകാരന്മാരുടെ ചിത്ര പ്രദർശനമാണ് ശ്രദ്ധേയമായത്. ക്രിയേറ്റീവ് ആർട്ട് മൂവ്മെൻറ്റിൻ്റെ നേതൃത്വത്തിലായിരുന്നു ചിത്ര പ്രദർശനം. പട്ടാമ്പി താലൂക്കിലെ വിവിധ പ്രദേശങ്ങളിലുള്ളവർ 2 ദിവസം ഒത്തുചേർന്നാണ് ചിത്ര പ്രദർശനവും വരയും സംഘടിപ്പിച്ചത്. പ്രകൃതി, കലകൾ, വ്യത്യസ്ത ദേവീദേവന്മാർ എന്നിവർക്ക് പുറമെ ചുമർ ചിത്രങ്ങളും ചിത്ര പ്രദർശനത്തിൽ ഇടം നേടി. 50ഓളം ചിത്രങ്ങൾ പ്രദർശനത്തിനുണ്ടായിരുന്നു. ചിത്രരചനാ രംഗത്ത് ശ്രദ്ധേയരായ A. ശാസ്ത്ര ശർമ്മൻ, പ്രൊഫസർ അബ്ദുൽ കരീം C, അബു പട്ടാമ്പി, അജയൻ കൂറ്റനാട്, ദിശ ദേവരാജ്,
ദിവ്യ സുധാകരൻ, ജ്യോതി അമ്പാട്ട്, മഹേഷ് കെ നാരായണൻ, എം എ വേണു, മാലിനി പ്രകാശ്, മുരളി പട്ടാമ്പി, ഉണ്ണി മണ്ണേങ്ങോട്, ശ്രീജിത്ത് കെ എന്നിവരുടെ ചിത്രങ്ങളാണ് ചിത്രമഴ ക്യാമ്പിൽ പ്രദർശിപ്പിച്ചത്. പ്രദർശനത്തോടൊപ്പം തുടക്കക്കാരുടെ വരയും ക്യാമ്പിലുണ്ടായി. ഒരു ചെറിയ ഇടവേള കൂടി. മറ്റു വാർത്തകൾ. CITU ശ്രീകൃഷ്ണപുരം ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണം നടത്തി. മെയ് 30 CITU സ്ഥാപക ദിനം ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ശുചീകരണം. കുളക്കാട് നടന്ന പരിപാടി CITU ജില്ലാ വൈസ് പ്രസിഡന്റും MLA-യുമായ K. പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു. CITU കോർഡിനേഷൻ കമ്മിറ്റി സെക്രട്ടറി അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. VA മുരുകൻ, PK ശശിധരൻ, പ്രജീഷ് കുമാർ, CG ഗീത, KV കുമാരൻ, ലക്ഷ്മിക്കുട്ടി എന്നിവർ പങ്കെടുത്തു. മുന്നോടിയായി വ്യത്യസ്തങ്ങളായിട്ടുള്ള പരിപാടികളും പ്രവർത്തനങ്ങളുമാണ് CITUവിൻ്റെ വിവിധ ഘടകങ്ങളുടെ നേതൃത്വത്തിൽ ഏറ്റെടുത്ത് നടക്കുന്നത്. CITU ശ്രീകൃഷ്ണപുരം ഡിവിഷൻ കമ്മിറ്റി ഡിവിഷനിലെ ഒരു കേന്ദ്രമെന്ന നിലയിലാണ് കുളക്കാട് കേന്ദ്രീകരിച്ച് ഇന്ന് മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രി പരിസരത്ത് കടുത്ത വേനലിന് ആശ്വാസമായിരുന്ന അരിയൂർ തെക്കുമുറി വായനശാലയുടെ കുടിവെള്ള വിതരണം 50-ാം ദിവസം അവസാനിപ്പിച്ചു. 44,500 പേരുടെ ദാഹം അകറ്റിക്കൊണ്ടാണ് കുടിവെള്ള വിതരണത്തിന് സമാപനമായത്. വേനലിൽ ആശ്വാസമായി തുടർച്ചയായ 5-ാം വർഷവും അരിയൂർ തെക്കുമുറി വായനശാല താലൂക്ക് ആശുപത്രിക്ക് സമീപത്തായി ആരംഭിച്ച സൗജന്യ കുടിവെള്ള വിതരണം 50-ാം ദിവസം അവസാനിപ്പിച്ചു. 44,500 പേരാണ് 50 ദിവസത്തിനുള്ളിൽ തണ്ണീർപ്പന്തലിലെത്തി ദാഹം അകറ്റിയത്. 1,30,000 രൂപയാണ് 39 പേരിൽ നിന്നും ഇതിനായി സമാഹരിച്ചത്. കനത്ത വേനലിൽ ആശുപത്രിയിലെത്തുന്നവർക്കും പൊതുജനങ്ങൾക്കും വലിയ ആശ്വാസമായിരുന്നു വായനശാലയുടെ സൗജന്യ കുടിവെള്ളം. തണുപ്പിച്ച നാരങ്ങ സംഭാരം, തണ്ണിമത്തൻ എന്നിങ്ങനെയാണ് വിതരണം ചെയ്തത്. താലൂക്ക് ലൈബ്രറി സെക്രട്ടറി C. വിജയൻ സമാപനം ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് K. കരുണാകരൻ അധ്യക്ഷനായി. വായനശാല സെക്രട്ടറി TP പ്രദീപ് കുമാർ, വാർഡ് കൗൺസിലർ P. കല്യാണി, ഭരണസമിതി അംഗങ്ങളായ MC രാമചന്ദ്രമേനോൻ, ഫ്രാൻസി പോൾ, കുടുംബശ്രീ ADS ശോഭന S, ആശാ വർക്കർ P. ലത, മുസ്തഫ ഹാജി, P. അഭിനവ് എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികൾക്ക് പഠന സഹായവുമായി ചെർപ്പശ്ശേരി SD ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. സ്കൂൾ അധ്യയന വർഷാരംഭത്തിന്റെ ഭാഗമായി തിരഞ്ഞെടുത്ത വിദ്യാർത്ഥികൾക്ക് സൗജന്യ പഠന കിറ്റുകൾ വിതരണം ചെയ്തു. SD ഗ്രൂപ്പിന്റെ 13 ബ്രാഞ്ചുകൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട നിർധനരായ വിദ്യാർത്ഥികൾക്കാണ് സൗജന്യ പഠന കിറ്റുകൾ വിതരണം ചെയ്തത്. ബുധനാഴ്ച രാവിലെ ചെർപ്പശ്ശേരി SD ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് കോർപ്പറേറ്റ് ഓഫീസിൽ വെച്ച് നടന്ന പരിപാടി SD ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് മാനേജിംഗ് ഡയറക്ടർ സിനി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. എല്ലാവരും ബാഗും എല്ലാം പിടിച്ച് സ്കൂളിൽ പോകുമ്പോൾ എല്ലാവരുടെ മനസ്സിലും ഭയങ്കര സന്തോഷമാണ്. കാരണം പുതിയ കൂട്ടുകാരെ കിട്ടും, കുറേ കാര്യങ്ങൾ നമ്മൾ സ്കൂളിൽ നിന്ന് പഠിക്കും. ഈ പ്രായത്തിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ സ്കൂളിൽ നിന്ന് പഠിക്കുന്നത് കൊടുക്കാനാണ്, ഷെയറിംഗ് ആണ് അല്ലേ. വീട്ടിൽ 1-2 കുട്ടികളുള്ള കാലഘട്ടത്തിലാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. അവിടെ എന്താ ഷെയറിങ്ങിന് അവർക്കൊരു അവസരം കിട്ടുന്നില്ല. അതെല്ലാം നമുക്ക് കിട്ടുന്നത് നമ്മുടെ വിദ്യാലയത്തിൽ നിന്നാണ് അല്ലേ. സ്കൂൾ ബാഗ്, നോട്ട്ബുക്കുകൾ, പേന, പെൻസിൽ തുടങ്ങിയ സ്റ്റേഷനറി ഐറ്റംസും മറ്റു പഠനോപകരണങ്ങളും അടങ്ങിയതാണ് കിറ്റുകൾ. ജനപ്രതിനിധികളുടെയും പൊതുപ്രവർത്തകരുടെയും സഹായത്തോടെ തിരഞ്ഞെടുക്കപ്പെട്ട LKG മുതൽ 6ാം ക്ലാസ് വരെയുള്ള 200ഓളം കുട്ടികൾക്കാണ് ഇത്തവണ SD ഗ്രൂപ്പ് പഠന കിറ്റുകൾ നൽകിയത്. വിദ്യാർത്ഥികൾക്ക് പഠനസഹായം ഒരുക്കുന്നതിലൂടെ സാമൂഹിക പ്രതിബദ്ധതയോടൊപ്പം വളർന്നുവരുന്ന തലമുറയ്ക്ക് പ്രചോദനം നൽകുക കൂടിയാണ് ലക്ഷ്യമെന്ന് SD ഗ്രൂപ്പ് ഉടമകളായ കൃഷ്ണപ്രസാദ്, സിനിപ്രസാദ് എന്നിവർ പറഞ്ഞു. വളരെയധികം സന്തോഷമുണ്ട്. കാരണം വളർന്നു വരുന്ന തലമുറയ്ക്ക് ഇങ്ങനെ ഒരു ബാഗും സ്കൂൾ ഉപകരണങ്ങൾ വിതരണം ചെയ്യാൻ കഴിഞ്ഞാൽ ഒരുപാട് അഭിമാനമുണ്ട്. കാരണം വിദ്യ നമുക്ക് എല്ലാം പകുത്ത് നൽകണം. വിദ്യ മാത്രം നമുക്ക് ആർക്കും കൊടുക്കേണ്ടതില്ല.
കാരണം പഠിക്കുന്തോറും അത് ഇരട്ടിയായിട്ട് നമ്മൾക്ക് തന്നെ തിരിച്ചു വരുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് വളർന്നു വരുന്ന തലമുറയ്ക്ക് ഒരുപാട് സന്തോഷത്തോടെ അവർ സ്കൂളിൽ പോകാൻ നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു സഹായം അവർക്ക് നൽകിയതാണ്. കിട്ടുന്നതിനൊരു ഭാഗം നമ്മളെ സമൂഹത്തിലുള്ള ആൾക്കാർക്ക് തന്നെ നമ്മളെ നാട്ടിൽ, ഇപ്പോൾ നമ്മളെ നാട്ടിലാണ് ഈ ബിൽഡിങ്ങും, അത് നമ്മളെ ST ഗ്രൂപ്പിൻ്റെ കോർപ്പറേറ്റ് ഓഫീസ് ഈ നാട്ടിൽ തന്നെയാണ്. നമ്മളെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്തു വരുന്നത്. അത് തുടർന്നും എല്ലാ വർഷം ചെയ്തുകൊണ്ടിരിക്കും. ഈ പറഞ്ഞ പോലെ ഞങ്ങളെ ഈ ഓരോ കാലഘട്ടം കഴിഞ്ഞാലും അടുത്ത തലമുറ ഇത് ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണ് എല്ലാവരും വിളിച്ചിട്ട് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഏറ്റവും നമ്മൾ സന്തോഷമുള്ള കാര്യം പിഞ്ചു കുട്ടികളാണ്. അവർ പഠിച്ച് വലുതായി വരികയാണ്. ഇത് കണ്ടിട്ട് അടുത്ത ഒരു തലമുറ വളർന്നു വരുമ്പോൾ അവരിത് ചെയ്യാൻ പ്രാപ്തരാവണം. മനസ്സിലായി, ഒരാൾക്ക് വഴി കാണിക്കാനേ പറ്റുള്ളൂ. അത് തുടർന്ന് ചെയ്യാനുള്ളൊരു പ്രോത്സാഹനം കൂടിയാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഇതെല്ലാം നമ്മളെ കഴിവല്ല, ദൈവം തരുന്നു. നമ്മൾ ജനങ്ങളിലേക്ക് നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെ ചെയ്യുന്നു. അതിനുള്ള മനസ്സ് ദൈവം നമുക്ക് തരുന്നു. അത് തുടർന്ന് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. കുട്ടികൾ പഠിച്ചു വരട്ടെ, ഇതേപോലെ സ്ഥാപനങ്ങൾ വരട്ടെ, എല്ലാവർക്കും സമൂഹത്തിൽ നന്മയുള്ള കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ST ഗ്രൂപ്പ് കോർപ്പറേറ്റീവ് സെക്രട്ടറി ദീപ, കോർപ്പറേറ്റീവ് ബിസിനസ് ഹെഡ് വിനോദ് കല്ലട, ക്ലസ്റ്റർ ഹെഡ് വിനോദ്, ബ്രാഞ്ച് മാനേജർമാർ തുടങ്ങിയവരും മറ്റു ജീവനക്കാരും പരിപാടിയിൽ പങ്കെടുത്തു. പെരിന്തൽമണ്ണ ക്ലാരസ് ഡിസൈനർ ജ്വല്ലറി സ്കൂൾ ടോപ്പേഴ്സിനെ ആദരിച്ചു. സഫ ഗ്രൂപ്പ് ആനിവേഴ്സറി ആഘോഷങ്ങളുടെ ഭാഗമായി ഗ്രൂപ്പിന് കീഴിലുള്ള സഫ ക്ലാരസ് ഷോറൂമുകളുടെ പരിധിയിലുള്ള സ്കൂളുകളിലെ ടോപ്പേഴ്സിനെയാണ് ആദരിച്ചത്. വിജയകരമായ 33 വർഷങ്ങൾ പൂർത്തിയാക്കിയ സഫ ഗ്രൂപ്പ് ആനിവേഴ്സറി ആഘോഷങ്ങളുടെ ഭാഗമായാണ് ഗ്രൂപ്പിന് കീഴിലുള്ള സഫ ക്ലാരസ് ഷോറൂമുകളുടെ പരിധിയിലുള്ള സ്കൂളുകളിലെ ടോപ്പേഴ്സിനെ ആദരിച്ചത്. ചടങ്ങ് നഗരസഭാ ചെയർമാൻ P. ഷാജി ഉദ്ഘാടനം ചെയ്തു. പെരിന്തൽമണ്ണ GMHSSൽ നിന്നും 2023-24 ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ഓരോ ബാച്ചിലും ഏറ്റവും കൂടുതൽ മാർക്ക് നേടി സ്കൂൾ ടോപ്പർ അവാർഡിന് അർഹരായ അഭിഷേക് AP, ലിജിന KP, ഫാത്തിമ ഇസാന K, ആദിത്യ C എന്നിവർക്ക് പെരിന്തൽമണ്ണ ക്ലാരസ് ഡിസൈനർ ജ്വല്ലറി ഗോൾഡ് മൊമെന്റോ നൽകി ആദരിച്ചു. PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുൽഫിക്കർ അലി അധ്യക്ഷത വഹിച്ചു. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ മൻസൂർ അലി, സ്കൂൾ പ്രിൻസിപ്പൽ മുഹമ്മദ് അലി, പ്രധാനാധ്യാപിക ശൈലജ, പ്രോഗ്രാം കോർഡിനേറ്റർ മിർഷാദ് മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. നഗരസഭാ ചെയർമാൻ P. ഷാജി, സഫ ഗ്രൂപ്പ് ജനറൽ മാനേജർ KT അബ്ദുൾ മജീദ് എന്നിവർ ചേർന്ന് പ്രതിഭകൾക്കുള്ള മൊമെന്റോ വിതരണം ചെയ്തു. മലപ്പുറം, പാലക്കാട് ജില്ലകളിലെ 67 കൂടല്ലൂർ, പന്തല്ലൂർ താലൂക്കുകളിലെ 51 സ്കൂളുകളിലെ ടോപ്പേഴ്സിനെ വരും ദിവസങ്ങളിൽ നടക്കുന്ന ചടങ്ങുകളിൽ ആദരിക്കുമെന്ന് സഫ ഗ്രൂപ്പ് ജനറൽ മാനേജർ KT അബ്ദുൾ മജീദ്, അസിസ്റ്റന്റ് പബ്ലിക് റിലേഷൻ മാനേജർ VP യാസർ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോർഡിനേറ്റർ KT സൈഫുൾ ഇസ്ലാം, പെരിന്തൽമണ്ണ ക്ലാരസ് ഷോറൂം സൂപ്പർവൈസർ മുബഷീർ MK എന്നിവർ അറിയിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൈക്കൂലി വാങ്ങുന്നതിനിടെ പെരിന്തൽമണ്ണ നഗരസഭ റവന്യൂ ഇൻസ്പെക്ടർ വിജിലൻസ് പിടിയിൽ. റവന്യൂ ഇൻസ്പെക്ടർ ഉണ്ണികൃഷ്ണനെയാണ് സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശം മാറ്റി നൽകാൻ 2000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ കയ്യോടെ പിടികൂടിയത്. +1 സീറ്റ് പ്രതിസന്ധി. മലപ്പുറം ജില്ലയിൽ ഇത്തവണയും ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ആശ്രയിക്കേണ്ടി വരും. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ +1 പ്രവേശനത്തിന് അപേക്ഷിച്ചത് മലപ്പുറം ജില്ലയിൽ. 7 വയസ്സുകാരിയെ ഓട്ടോറിക്ഷയിൽ വെച്ച് ലൈംഗികാതിക്രമത്തിന് ഇരയാക്കിയ കേസ്. ഓട്ടോ ഡ്രൈവർക്ക് 40 വർഷം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ച് പെരിന്തൽമണ്ണ അതിവേഗ കോടതി. കൽപ്പകഞ്ചേരി സ്വദേശി മുഹമ്മദ് മുസ്തഫയ്ക്കാണ് ശിക്ഷ വിധിച്ചത്. വെള്ളത്തിന്റെ ഒഴുക്ക് കുറഞ്ഞില്ല. ഭാരതപ്പുഴയിലെ ഒറ്റപ്പാലം ബീറ്റ്ന തടയണയുടെ ഷട്ടറുകൾ ഉയർത്താനായില്ല. ആശങ്ക വേണ്ടെന്നും ഒഴുക്ക് കുറഞ്ഞാൽ ഉടൻ ഷട്ടറുകൾ തുറക്കുമെന്നും ജല അതോറിറ്റി ഉദ്യോഗസ്ഥർ. ഭാരതപ്പുഴയ്ക്ക് കുറുകെ പുതിയൊരു പാലം കൂടി വരുന്നു. ഓങ്ങല്ലൂർ, കാരക്കാട്, കൊണ്ടയൂർ പ്രദേശങ്ങളെ ബന്ധിപ്പിച്ചാണ് പുതിയ പാലം നിർമ്മിക്കുക. സ്ഥലമേറ്റെടുപ്പ് നടപടികൾക്ക് തുടക്കമായി. പൈപ്പിടാൻ ഇരുവശവും പൊളിച്ചതോടെ ചെർപ്പശ്ശേരി EMS റോഡിൽ യാത്ര ദുരന്തപൂർണ്ണം. മഴ പെയ്താൽ റോഡ് ചെളിക്കുളം. നഗരത്തിലെ അഴുക്കുചാലുകളിലെ വെള്ളമെത്തുന്നതും റോഡിലേക്ക്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.